ഇല മൈലാഞ്ചി ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ, അതൊക്കെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലിടുന്നതിന് തൊട്ടുമുമ്പായിട്ട് ഇതേപോലെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ എത്ര ചുമക്കാത്ത മൈലാഞ്ചി ആണെങ്കിലും നല്ല രീതിയിൽ ചുമന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നാരങ്ങാനീര് ചേർത്തത് കൊണ്ട് കുഴിനകത്തിനൊക്കെ നല്ലൊരു മരുന്നും കൂടിയാണ്. അപ്പോൾ ഇതേപോലെ നാരങ്ങാനീര് ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര ചുമക്കാത്ത മൈലാഞ്ചിയും നമുക്ക് നല്ല രീതിയിൽ ചുമന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കടയിലെ ട്യൂബ് മൈലാഞ്ചിയൊക്കെ അല്ലേ എപ്പോഴും മേടിച്ചിടുന്നത്. നമ്മൾ വീട്ടിൽ ഇതേപോലെ അരച്ച മൈലാഞ്ചി ഇടുകയാണെങ്കിൽ കുഴിനകത്തിനൊക്കെ നല്ല ഒരു മരുന്നും കൂടിയാണ്. പ്രത്യേകിച്ച് നാരങ്ങാനീരൊക്കെ ചേർക്കുമ്പോഴത്തേനും കുഴിനകം ഉണ്ടെങ്കിൽ മാറി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇതേപോലെ മേടിച്ച് നമ്മൾ മുകൾ ഭാഗത്തു നിന്ന് മാത്രമല്ലേ എടുക്കത്തുള്ളൂ. അപ്പോൾ അടിഭാഗത്ത് ഇതിരുന്ന് കട്ട പിടിക്കും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളെപ്പോൾ എടുത്താലും ഒന്ന് കുലുക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് അങ്ങനെ കട്ട പിടിച്ചിട്ട് ചീത്തയാകാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുളക് പൊടി ചീത്തയാകാതിരിക്കാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതേപോലെ ഒന്ന് മേളിലൊന്ന് തൂക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ എത്ര നാൾ വേണേലും മുളക് പൊടി ചീത്തയാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കുക നമ്മൾ എടുക്കുമ്പോഴത്തേനും.